മൗലവി അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മൗലവി, താങ്കളെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. നമ്മൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയ വല്ലാതൊരു വിവാദം കാണുന്നുണ്ട്. താങ്കൾ കുരുവട്ടൂർ ത്വരീഖത്തിൽ ചേർന്നെന്നും അവരുടെ ആളായെന്നൊക്കെ. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഞാനും ആ വിവാദങ്ങൾ ശ്രദ്ധിച്ചു. യഥാർത്ഥത്തിൽ കുരുവട്ടൂരിൽ ഞാൻ പോവുകയോ അവിടുത്തെ ആസ്ഥാനം സന്ദർശിക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള യഹ്യൽ ബുഖാരി എന്ന വടിത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു സൂഫി ആചാര്യനുണ്ട്. അദ്ദേഹം കാസർഗോഡാണ്. അപ്പം അദ്ദേഹം എന്നെ കുറേയായി അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, മടവൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. കുറേയായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 6 മാസം മുമ്പ് ഞാനവിടെ പോകേണ്ടതായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റുമോ, നിങ്ങൾക്ക് 1-ാം തീയതി ഒഴിവുണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയതാണ്. അവിടെ പോയപ്പോൾ അവിടെ കണ്ടതെന്തെന്ന് വെച്ചാൽ, അന്ന് ഈ 1-ാം തീയതി എല്ലാ ദിവസവും അവിടെ ഒരു മജ്ലിസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കുരുവട്ടൂരിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അതിൽ നൗഷാദ് അഹ്സനിയുണ്ട്, പിന്നെ ഹാഫിദ് ഉണ്ട്. അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. നൗഷാദ് അഹ്സനിയെ എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയാം. എല്ലാവരുമായിട്ട് വളരെ നല്ല മാനുഷിക ബന്ധങ്ങൾക്ക് മറ്റുള്ളതൊന്നും തടസ്സമല്ലല്ലോ. അങ്ങനെ അദ്ദേഹമായിട്ട് ദീർഘനേരം സംസാരിച്ചു. അതിനുശേഷം അവിടെ മജ്ലിസ് നടക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മജ്ലിസിലേക്ക് പോയി. മജ്ലിസിൽ പോയിരുന്നപ്പോൾ എന്നോട് വളരെ അവിചാരിതമായി 2 വാക്ക് പറയണമെന്ന് പറഞ്ഞു. ഞാനവിടെ സദസ്സിൻ്റെ ഔചിത്യമൊക്കെ പാലിച്ച് വളരെ കുറഞ്ഞ സമയം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് നടന്നത്. അല്ലാതെ കുരുവട്ടൂർ തരീഖത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എവിടെയും ഒരു സ്ഥലം സന്ദർശിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സൂഫി കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ആളാണ് പൊതുവെ എല്ലായിടത്തും. അപ്പോൾ ഈ യഹ്യൽ ബുഖാരി തങ്ങളെ കാണണമെന്ന് എനിക്ക് ഒരുപാട് കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. അതെനിക്കറിയുകയും ചെയ്യാം. അത് പക്ഷേ നൗഷാദ് അഹ്സനിയെ എതിർക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ പേരോടിൻ്റെയും എ പി അബൂബക്കർ മുസ്ലിയാരുടെയും ഒക്കെ ആളുകൾ ഇതൊരവസരമാക്കിയിട്ട് സർവ്വമത സത്യവാദിയായ മുസ്തഫ മൗലവിയെ ഇവർ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു അവസരമാക്കി നൗഷാദ് അഹ്സനെ അടിക്കുന്ന ഒരു വടിയാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അത് ഞാൻ സൂഫി കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഇനിയും പോകും, ഇനിയും തങ്ങളെടുത്ത് പോകും. അതിനർത്ഥം ഞാൻ അവിടെ ചേർന്നു എന്നോ അല്ലെങ്കിൽ ഞാൻ അവിടെ വിയത്ത് ചെയ്തു എന്നോ ഒന്നും അല്ലല്ലോ. സൂഫി കേന്ദ്രങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പതിവാണ്. അത് എവിടെയും പോകും. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള സൂഫി കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയാൽ സന്ദർശിക്കുന്ന ആളാണ് ഞാൻ. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ താങ്കൾ നൗഷാദ് അഹ്സനിയെ കണ്ടിട്ടില്ല? നൗഷാദ് അഹ്സനിയെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഞാൻ കണ്ടു. അന്ന് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. മുമ്പേ അറിയാമായിരുന്നു. മുമ്പേ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ എന്നെ അദ്ദേഹത്തിനൊക്കെ അറിയാം. എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ കാണുകയോ ഫോൺ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ അന്ന് കണ്ടത്. കണ്ടപ്പോൾ വളരെ നല്ല സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായി. സ്വാഭാവികമാണല്ലോ, മനുഷ്യന്മാർ തമ്മിൽ സൗഹൃദം ഉണ്ടാകുന്നതിന് വേറൊന്നും തടസ്സമല്ലല്ലോ. പക്ഷേ അത് 2 ആളുകൾ തമ്മിൽ കാണുമ്പോഴേക്ക്, 2 ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോഴേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ആളായെന്നോ അദ്ദേഹം എൻ്റെ ആളായെന്നോ ഞങ്ങൾ പരസ്പരം ചേർന്നു എന്നോ ഒക്കെ പ്രചരിപ്പിക്കുന്നത് ഒരു ബുദ്ധിക്കുറവിൻ്റെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിവേകക്കുറവിൻ്റെ ലക്ഷണമായിട്ടാണത്. അല്ലാതെ 2 ആൾക്കാരെ തമ്മിൽ കാണുമ്പോഴേക്ക് ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്നതുപോലെ തന്നെയല്ലേ. ഒരു കേന്ദ്രത്തിൽ ചെല്ലുന്നു, അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. അവരുടെ മാന്യത അനുസരിച്ച് അവർ ഒരു സദസ്സിൽ ഞാൻ വന്നപ്പോൾ എന്നെ ക്ഷണിക്കുന്നു. അതിലെന്താണ് വിമർശിക്കാൻ മാത്രമുള്ളത്? അതായത് നൗഷാദ് അഹ്സനിയെ അടിക്കാനുള്ള വടി തിരഞ്ഞെടുക്കുകയാണ് ഈ കൂട്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കിട്ടിയൊരു വടിയാണ് ഞാൻ അവിടെ സന്ദർശിച്ചു എന്നുള്ളത്. അത് വെച്ച് അവർ അലക്കുകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ എതിർക്കുന്നവരുടെ ആശയപരമായ ദാരിദ്ര്യം അത്രയും ഭീകരമാണ് എന്നുള്ളതാണ്. പിന്നെ നൗഷാദ് അഹ്സനി താങ്കൾ തൗബ ചെയ്ത് മടങ്ങി എന്നു പറഞ്ഞതായിട്ടൊരു റിപ്പോർട്ട് കാണുന്നുണ്ട്. അതെന്താ അതിൻ്റെ യാഥാർത്ഥ്യം? നൗഷാദ് അഹ്സനി അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗം എനിക്ക് ചില ആളുകൾ അയച്ചു തന്നിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് അവിടെ വരുന്ന ആളുകൾ പിന്നെ തങ്ങളെ കണ്ട് തൗബ ചെയ്യുന്നുണ്ട്, തങ്ങളെ കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ തങ്ങളുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. അതിന് അങ്ങനെ പലരും വരുന്നുണ്ടെന്നാണ്. അദ്ദേഹം എന്നെ അതിൽ പരാമർശിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി വേണമെങ്കിൽ ആ പ്രഭാഷണത്തെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം.
ഞാൻ തൗബ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് എൻ്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ്. അകമ്പുരുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ആശയങ്ങൾ അന്നും ഇന്നും ഒക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, യഹ്യൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ പ്രഭാഷണങ്ങൾ മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് തൗബ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ അകമ്പുരുൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നതിന് നൗഷാദ് അഹ്സനി എന്നെ സംബന്ധിച്ചല്ല പറഞ്ഞത് എന്നാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ അദ്ദേഹം പറയാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ താങ്കൾ സന്ദർശിച്ച യഹ്യൽ ബുഖാരി തങ്ങൾ, താങ്കളുടെ അകമ്പുള്ള ആശയത്തെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്? യഹ്യൽ ബുഖാരി തങ്ങൾ എൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് എന്നെ അദ്ദേഹം അറിയുന്നതും മനസ്സിലാക്കുന്നതും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന ആളുകളോട് പലരോടും എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യഹ്യൽ ബുഖാരി തങ്ങളെ ഞാൻ നേരിട്ട് കാണുന്നത് ഈ സന്ദർശനത്തോടു കൂടിയാണ്. എനിക്ക് മനസ്സിലായ ഒരു വസ്തുത, അദ്ദേഹം വളരെ ആഴമുള്ള ഒരു മാരിഫത്തിൻ്റെ വക്താവാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോന്നും വളരെ അടിയുറച്ച ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. വെറുതെ ഒരു വിടുവർത്തമാനം പറയുകയല്ല. അദ്ദേഹം ജ്ഞാനിയാണ്, അതോടൊപ്പം തന്നെ ഒരു ഉൾവെളിച്ചമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും നമുക്കത് വ്യക്തമാണ്. വെറുതെ പറയുന്ന ആളല്ല. അപ്പം അദ്ദേഹം എൻ്റെ പ്രഭാഷണം കേൾക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കേൾക്കാൻ മറ്റുള്ളവരോട് നിർദ്ദേശിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അദ്ദേഹം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതിനോടും യോജിക്കുന്നുണ്ടാവാം, പക്ഷെ അത് പ്രകടിപ്പിച്ചിട്ടില്ല അവിടെ. എന്ന് മാത്രമല്ല, ചരിത്രപരമായി ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അകമ്പുരുളിൻ്റെ കാഴ്ചപ്പാടുകളോട് 100% യോജിക്കുന്നതാണ്. അമവി അട്ടിമറി, പ്രത്യേകിച്ച് മുആവിയ, യസീദ് മുതലായിട്ടുള്ള രാജാക്കന്മാർ ഇസ്ലാമിക ഖിലാഫത്തിനെ അട്ടിമറിച്ചതും സഹാബിമാരെ കൊന്നൊടുക്കിയതും അഹ്ലുബൈത്തിനോട് അവർ ചെയ്ത ക്രൂരതയുമൊക്കെ അദ്ദേഹം വളരെ മുമ്പേ, അകമ്പുരുളൊക്കെ വരുന്നതിൻ്റെ എത്രയോ മുമ്പേ ആളുകളോട് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കുന്ന പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ അത് വ്യക്തമായി പറയുന്ന കാര്യമാണ്. അപ്പോൾ അകമ്പുരുളിൻ്റെ പല ആശയങ്ങളോടും വളരെ മുമ്പേ, അകമ്പുരുൾ ആശയങ്ങൾ ഇവിടെ പ്രചരിക്കുന്നതിന് മുമ്പേ തന്നെ ഹൃദയബന്ധമുള്ള, അത് സമൂഹത്തോട് പറയുന്ന ഒരു മഹാനാണ് യഹ്യൽ ബുഖാരി തങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ വെറുതെ ഏതെങ്കിലും ഒരാളെ സ്വീകരിക്കുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്ന ആളല്ല. പലരെയും അവിടെ വന്നിട്ട് മടങ്ങിപ്പോയ ധാരാളം ആളുകളുണ്ടെന്ന് അവിടെ പോകുമ്പോൾ നമുക്കറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ എന്നെ ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ അദ്ദേഹം നമ്മൾ പറയുന്ന ആശയങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ യഹ്യൽ ബുഖാരി തങ്ങൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് കേൾക്കുന്നുണ്ട്, അത് ശരിയാണ്? പക്ഷേ അദ്ദേഹം മ്യൂസീഷ്യനാണ്, മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളല്ല. അദ്ദേഹം മ്യൂസീഷ്യനാണ്. അദ്ദേഹം പെട്ടി വായിക്കും, ഹാർമോണിയം വായിക്കും, പിന്നെ പാട്ട് പാടും, പാട്ട് പാടിക്കും. ഇപ്പം ഞാൻ പോയപ്പോൾ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ എനിക്ക് വേണ്ടി മാത്രമായിട്ട് അകത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ വെച്ച് ഹാർമോണിയം വായിക്കുകയുണ്ടായി ഭക്ഷണം കഴിച്ചതിന് ശേഷം. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മജ്ലിസൊക്കെ പിരിഞ്ഞതിന് ശേഷം ആ മജ്ലിസ് നടക്കുന്ന കെട്ടിടത്തിൻ്റെ താഴെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും ഹാർമോണിയം വായിക്കുകയും വളരെ മനോഹരമായ പാട്ട് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. അപ്പോൾ മ്യൂസിക്കിനെ സംബന്ധിച്ച് പൊതുവെ സൂഫി സങ്കേതങ്ങളിൽ മ്യൂസിക്കിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്, ഇസ്ലാമിൻ്റെ തനത് കാഴ്ചപ്പാടാണുള്ളത്. ഈ വഹാബി കാഴ്ചപ്പാടുകളല്ല. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, യഹ്യൽ ബുഖാരി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും അല്പം കൂടി കടന്ന് മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളെ പോലെ ഒരു മ്യൂസീഷ്യനായിട്ട് തന്നെയാണ് അദ്ദേഹം സ്വയം അത് പറയുന്നുണ്ട്. അദ്ദേഹം ബാബുഖാൻ്റെ അടുത്ത് നിന്ന് ഹാർമോണിയം പഠിച്ചതും ബാബുക്ക ഹാർമോണിയം വായിപ്പിച്ചതും ഒക്കെ വളരെ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നത് അധ്യാത്മ വഴിയിലെ വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് എന്നുള്ളതിന് യഹ്യൽ ബുഖാരി തങ്ങൾ ഒരു സാക്ഷ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒരു പ്രസരിപ്പിക്കുന്ന ഇസ്ലാമിക സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഇന്നത്തെ ഇന്ത്യയിലൊക്കെ പ്രചരിക്കേണ്ടതായിട്ടുണ്ട്. വിദ്വേഷത്തിൻ്റെതല്ല, പകയുടേതല്ല, അകറ്റി നിർത്തലിൻ്റെതല്ല, എല്ലാവരെയും അടുപ്പിച്ച് നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു ഇസ്ലാമിക സംസ്കൃതിയാണ് അദ്ദേഹം പ്രസരിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഈ വഹാബികളോട് ചേർന്ന് നിൽക്കുന്ന സുന്നികൾ എന്നറിയപ്പെടുന്ന ആളുകളുമൊക്കെ ഇത്തരം സൂഫി കേന്ദ്രങ്ങളെ വിമർശിക്കുന്നതിൻ്റെ പിന്നിലും ഈ ഒരു ഇസ്ലാമിനെ ആണ് അവർ ഭയപ്പെടുന്നത്. അവർ വിദ്വേഷത്തിൻ്റെ ഇസ്ലാമാണ് ഇവിടെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അകൽച്ചയുടെ, പരസ്പരം അകറ്റുന്ന ഒരു ഇസ്ലാമാണ് ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഇത്തരം സൂഫി കേന്ദ്രങ്ങൾ തടസ്സമാണ് എന്ന തിരിച്ചറിവാണ് ഈ സൂഫി കേന്ദ്രങ്ങൾക്കെതിരെയും ആ സൂഫി കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്കെതിരെയും ഒക്കെ വലിയ ശബ്ദത്തിൽ വിമർശിക്കാൻ കാരണം. ഇതോടൊപ്പം എനിക്ക് ചേർത്ത് പറയാനുള്ള ഒരു സംഗതി, അകമ്പുരുളിൻ്റെ ആശയങ്ങൾ
മുസ്തഫ മൗലവി സൂഫി തരീഖത്ത് കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി വെക്കുന്നു എന്ന വിമർശനം ചില ആളുകൾ ഇപ്പുറത്ത് നിന്ന് നടത്തുന്നതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു. അകമ്പൊരുളിൻ്റെ ആശയങ്ങളും സൂഫി ആശയങ്ങളും രണ്ടാണ് എന്ന ഒരു ധ്വനിയിലാണ് അവരത് പറയുന്നത്. യഥാർത്ഥത്തിൽ തസവുഫ് തന്നെയാണ് അകമ്പൊരുളിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. തസവുഫും സൂഫി ആശയങ്ങളും അകമ്പൊരുൾ ആശയങ്ങളും രണ്ടല്ല. പറയുന്ന ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകാം. ഒരുപക്ഷെ അകമ്പൊരുൾ പറയുന്നത് ഒരു നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റിഫോർമേഷൻ്റെ ശബ്ദത്തിലായിരിക്കാം. സൂഫി കേന്ദ്രങ്ങൾ പറയുന്ന ഒരു ആധ്യാത്മികതയുടെ ഭാവത്തിലായിരിക്കാം. അത് വളരെ പതുക്കെയായിരിക്കാം, നമ്മൾ കുറച്ച് ഉറക്കെയായിരിക്കാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയിലും ശൈലിയിലും വ്യത്യാസമുണ്ട് എന്നല്ലാതെ അകമ്പൊരുൾ ആശയങ്ങളും തസവുഫിൻ്റെ ആശയങ്ങളും ഒന്ന് തന്നെയാണ്. അത് ഒരേ ധാരയിലാണ് മുന്നോട്ട് പോകുന്നത്. മൗലാന ജലാലുദ്ദീൻ റൂമിയുടെ മൻഹജിലാണ് അകമ്പൊരുൾ മുന്നോട്ട് പോകുന്നത്. മൗലാന ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്നത് തസവുഫിൻ്റെ, ഇസ്ലാമിക തസവുഫിൻ്റെ മഹാചാര്യന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടല്ല എന്നാണ് എനിക്ക് എന്നെ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്. മൗലവി ഇൻഷാ അല്ലാ ഈ വിഷയത്തിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടായിരുന്നു. അത് ഈ ഒരു കൂടിക്കാഴ്ച കൊണ്ട് നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ കൂടുതൽ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നീട് ഒരിക്കലാവാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.